നമസ്കാരം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ പൊതുവെ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ അനുഭവപ്പെടും. ഉദ്യോഗത്തിൽ നേട്ടം കുറയും, വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും, നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. പൊതുവെ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. വാഹനം ഉപയോഗിക്കുമ്പോൾ ഗതാഗത നിയമം തെറ്റിക്കുന്നത് വഴി അബദ്ധമുണ്ടായിത്തീരുവാനുള്ള യോഗമുണ്ട്. ആയതുകൊണ്ട് അസമയങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്ര ആവുന്നതും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലാവുന്നതും ഒഴിവാക്കണം. വാഹന ഉപയോഗം തന്നെ ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക ആവശ്യത്തിന് കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഏതൊരു കാര്യങ്ങൾക്കും അകാരണമായിട്ടുള്ള തടസ്സങ്ങൾ, യാതൊരു കാരണവുമില്ലാതെ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത് വഴി മാനസികമായിട്ടുള്ള പല വിധത്തിലും സംഭ്രമവും സമ്മർദ്ദവും അനുഭവപ്പെടും. ചർച്ചകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. പൊതുവെ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുന്നവർ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വളരെ ശ്രദ്ധിച്ച് ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയതായുള്ള സമീപനവും സ്വീകരിച്ച് ഏതൊരു കാര്യത്തെയും സ്വീകരിക്കുന്നതും അവലംബിക്കുന്നതും അനുസരിക്കുന്നതും ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെല്ലാം പരിഹരിച്ച് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഏറെക്കുറെ ഗുണകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനാണ് യോഗമുള്ളത്. തന്മൂലം മേൽപ്പറഞ്ഞ വിധത്തിൽ പ്രാർത്ഥനകളൊക്കെ നടത്തിയാൽ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള തൊഴിൽ നേടുവാനും സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകൾ ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഫലപ്രാപ്തി നേടുവാനും ഉപകരിക്കും. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടതാണ്. പലപ്പോഴും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വന്തം നിലയിൽ നേട്ടമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുവാനാണ് യോഗമുള്ളത്. അന്തിമ നിമിഷത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസകരമായ അന്തരീക്ഷം സംജാതമാകും. ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നത് വഴി നിലനിൽക്കത്തക്ക വിധത്തിലുള്ള വിതരണ മേഖലകളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനാണ് യോഗമുള്ളത്. ഏതൊരു കാര്യവും വളരെ പരിശ്രമിച്ചും വളരെ ക്ലേശിച്ചും അവധി ദിനങ്ങളിലും പല ദിവസങ്ങളിലും രാത്രി സമയങ്ങളിലും ജോലി ചെയ്തും കൊണ്ട് അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ ഏറെക്കുറെ അനുഭവ ഫലമുണ്ടായിത്തീരുകയുള്ളൂ. തന്മൂലം ആദ്യം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും ഒരു വിട്ടുവീഴ്ച മനോഭാവവും ആത്മസംയമനവും ഈശ്വര പ്രാർത്ഥനകളും നിർബന്ധമായിട്ടും തിരുവാതിര നക്ഷത്രക്കാർ ഈ മാസത്തിൽ അനുവർത്തിക്കേണ്ടതാണ്. നമസ്കാരം.